നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പിടിയിലാവുന്നു. അതോടുകൂടി ആ ചെറുപ്പക്കാരൻ്റെ ജാമ്യം നിഷേധിക്കുന്നു. ആ പേര് ജിതിൻ ഭാസ്കർ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അവൻ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അവനെതിരായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു കുറ്റം ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവനെന്താണ്, അതായത് നമ്മുടെ സമുദായം 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മത്സരിക്കുമ്പോൾ കാഫിറായ ഒരു സ്ത്രീക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പം അവരാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറി ഷാഫി പറമ്പിൽ, അതായത് വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വലിയ വിവാദം ഉണ്ടാകുന്നത്. വടകര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും അധികം വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് ഷാഫി പറമ്പിൽ ജയിക്കുന്ന സമയം അവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായി. ശക്തമായ മത്സരമാണ് ശരിക്കും പാലക്കാട് നടന്നത്. പാലക്കാട് അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ചില പഞ്ചായത്തുകളിലേക്ക് എണ്ണാൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഒരു ശക്തമായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഷാഫി പറമ്പിലിന് എന്ത് തരം മുന്നേറ്റമാണ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നമ്മുടെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഒരു കേന്ദ്രീകരണം അല്ലെങ്കിൽ ഒരു ക്രോഡീകരണം ആ പഞ്ചായത്തുകളിലേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് അടുപ്പിച്ചു പിടിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിക്കുകയും അവിടെ തനിക്ക് ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെതിരായി ശക്തമായ ഒരു നിലയിലേക്ക്, കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ തന്നെയും ശക്തമായ വിജയമായി അതിനെ പരിഗണിക്കേണ്ടി വരും, അങ്ങനെ എത്തിച്ചേരാനും കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തർക്കമറ്റ വിഷയമാണ്. തുടർന്ന് വന്നപ്പോൾ ഈ പിന്തുണ, അതായത് ഷാഫി പറമ്പിലിന് ജമാഅത്തെ ഇസ്ലാമിയും SDP അടക്കമുള്ള അവിടുത്തെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെല്ലാം ഷാഫി പറമ്പിലിന് നൽകിയ ഒരു സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ പിന്നീട് ഷാഫി കെട്ടിയിറക്കി അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിന് പാലക്കാടുകാർ കൊടുത്തു. അതുകൊണ്ട് തന്നെ അടുത്ത ബൈ ഇലക്ഷനിൽ, അതായത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവുകയും ആ വേക്കൻസിയിലേക്ക് വന്നു കയറിയ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോൾ ശക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിക്കുകയും ചെയ്തു. അത് എല്ലാം ഹിന്ദു വോട്ടുകളൊന്നുമല്ല. ഹിന്ദു വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടു. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ MLA ആയിരുന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലമൊന്നുമല്ല. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം ഈ ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മുഖമായി മാറിയിരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷെ ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്താൻ ഒരുപാട് ആഗ്രഹിക്കുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം പ്രാതിനിധ്യം കൂടി അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെയുള്ള ഈ പറയുന്ന ഷാഫി പറമ്പിലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു വലിയ മോഹം ഉള്ളിലുണ്ട്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഷാഫി പറമ്പിൽ അത് സാധിച്ചെടുക്കും. അതിനുവേണ്ടി KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡിനെ തഴുകി തലോടി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ നേരെ വടകരയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്, വടകരയിലേക്ക് എത്തുന്നത്. അപ്പോൾ വടകരയിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ശൈലജ ടീച്ചറായിരുന്നു അവിടെ മത്സര രംഗത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും മത്സരം അവിടെ കടുക്കാനുള്ള സാധ്യതയുണ്ട്. ഷാഫി പറമ്പിൽ നേരിടാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിനെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ആകുകയും കൂടുതൽ ജനകീയമായി മാറുകയും ചെയ്ത ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ശക്തയായ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അങ്ങനെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയായി ശൈലജ ടീച്ചർ അവിടെ നിന്നപ്പോൾ അവിടെ പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കാം അവിടെ മുരളീധരനെ പെട്ടെന്ന് മാറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്നത്, തൃശ്ശൂരേക്ക് മാറ്റുന്നത്? വടകര മുരളീധരൻ്റേതല്ലായിരുന്നോ? അപ്പോൾ അവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കപ്പെടണമെന്ന് പറയുന്ന ഒരു ചിന്ത UDFനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ഇവിടെ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് തൃശ്ശൂരിൽ അവിടെ നമ്മുടെ പപ്പിച്ചേച്ചി മത്സരിക്കുന്നതുകൊണ്ടും വലിയ മാറ്റമൊന്നും പിന്നെ പപ്പിച്ചേച്ചി ഇവിടെ നിന്ന് മാറി അല്ലെങ്കിൽ BJPയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അവിടെ തൃശ്ശൂരിലേക്ക് മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. കാര്യം അവിടെ മത്സരിക്കുന്ന വേറെ സുരേഷ് ഗോപി ആയിരുന്നു.
അവിടെ ടി.എൻ. പ്രതാപൻ മത്സരിച്ചാലും മതിയായിരുന്നേ, ഈ ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാകില്ല, 2ാം സ്ഥാനമെങ്കിലും പിടിക്കാമായിരുന്നു. അപ്പോൾ അതിന് പകരം അവിടെ വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റി ഈ തൃശ്ശൂരേക്ക് കൊണ്ടിട്ടത് ഈ പറയുന്ന പപ്പിച്ചേച്ചി BJP-യിലേക്ക് പോയ ഒരു കാരണം അല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ വടകരയിൽ ഏകീകരിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. മുരളീധരൻ നിന്നാൽ അത് അവിടെ നടക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയാം. അതുകൊണ്ട് അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായൊരു ഏകീകരണം വടകരയിൽ നടത്തിയെടുക്കാൻ ഇവിടെ സാധിച്ചു. ഷാഫി ഇറക്കിയതുകൊണ്ട് ഷാഫി അതിനുവേണ്ട എല്ലാ കളികളും കളിച്ചു. ഇവിടെ നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ പേരിൽ വ്യാജ കാർഡ് ഇറക്കിക്കൊണ്ട് ഇവിടെ ശൈലജ ടീച്ചറിനെതിരായി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചു. അങ്ങനെ 9-ലധികം കേസുകളാണ്, 9-ലധികം പരിപാടികളാണ് ഈ പറഞ്ഞ UDF-ഉം മുസ്ലിം ലീഗും കൂടെ അന്നാട്ടി കാണിച്ചു കൂട്ടിയത് ശൈലജ ടീച്ചർക്കെതിരായി. അന്ന് ബോംബമ്മ എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡിലൂടെ ഒരുത്തൻ എഴുതി വിട്ടത്. അവൻ്റെ പേര് മുഹമ്മദ് കാസിം എന്നാണ്, MSF-ന്റെ നേതാവാണ്. അവനെ അറസ്റ്റ് ചെയ്തു. അവനെ എന്താ ചെയ്തത്? ടീച്ചറിൻ്റെ പേരിൽ ബോംബമ്മ എന്ന് പേരുണ്ടാക്കി. പിന്നെ വേറെ അവിടെ ചെയ്തത് എന്താ? ടീച്ചറിൻ്റെ ഏതോ ഒരു പ്രസംഗം ചുരണ്ടിയെടുക്കുകയും അതിലെ വളരെ കുറച്ചൊരു ഭാഗം എടുത്തുകൊണ്ട് അവിടുത്തെ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധയായി. അതോടൊപ്പം ഇവിടെ പിന്നീട് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ TH അസ്ലം എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, മുസ്ലിം ലീഗുകാരനാണ്. ഈ TH അസ്ലം എന്ത് ചെയ്തു? ടീച്ചറിൻ്റെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട്, മോർഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോംബ് സ്ഫോടന കേസിലെ പ്രതി, പാനൂരിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയോടൊപ്പം ടീച്ചറിനെ അവിടെ മോർഫ് ചെയ്ത് വെച്ചു. ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും, കാരണം എന്താ, ഇവിടെ പാനൂരിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയോടൊപ്പം ആര് നിൽക്കുന്നു? ശൈലജ ടീച്ചർ നിൽക്കുന്നു. ആ രീതിയിൽ ഡീഫെയിം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാരണം. അപ്പോൾ ഈ രീതിയിലെല്ലാം ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരാളെ അവിടെ ഇട്ട്, അതായത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ എന്നുള്ള ഒരു ചിത്രണം അവിടെ ശൈലജ ടീച്ചറിനെതിരായി വരുത്തി തീർത്തു. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ നടന്നത് ഇതിൻ്റെ പിന്നിൽ തന്നെയല്ലേ? വർഗീയതയെ അവിടെ എങ്ങനെയെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ പിടിയിലായിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ദീനിയായ നമ്മുടെ ചെറുപ്പക്കാരനെ വോട്ട് ചെയ്യണം, നിങ്ങൾ ആലോചിച്ച് ചെയ്യൂ എന്ന് പറയുന്ന ഒരു കാഫിറായ അത് മാത്രം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ജിതിൻ ഭാസ്കറിനെതിരായി കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നടപടി എന്നാലോചിക്കുക ടീച്ചറിനെതിരായി. എന്നിട്ട് ആ ടീച്ചറിൻ്റെ വീഡിയോയ്ക്ക് താഴെയായി വരുന്ന അശ്ലീല കമൻറ്റുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെ അതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ടെന്നേ. ഒരു കേരളത്തിൽ 2016 മുതൽ 2021 വരെ കേരളത്തിൻ്റെ ടീച്ചറമ്മ എന്ന വിളിപ്പേര് നേടിയെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി അവരെ ഇത്രയും അപഹസിക്കുന്ന രീതിയിൽ അശ്ലീല കമൻറ്റുകൾ കൊണ്ട് എന്താ പറയുക വൃഷ്ടി നടത്തിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അതിലൂടെ പിന്നെ മുസ്ലിം ലീഗുകാർ ചെയ്തു വെച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും എന്ന് പറയേണ്ടി വരും, UDF-കാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കുക എന്നുള്ള ശക്തമായ ലക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന ഈ പറയുന്ന DYFI നേതാവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ പക്കൽ നിന്നും ഇങ്ങനെ ഒരു സാധനം കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് കൂടുതൽ കാര്യങ്ങളും ചെയ്തത് മുഴുവൻ UDF-ഉം മുസ്ലിം ലീഗും തന്നെയാണ്. അതിൽ വളരെ കുറച്ച് ഒരെണ്ണം മാത്രമാണ് DYFI-യുടേത് പുറത്തേക്ക് വന്നത്. കേരളത്തിൽ എത്ര കേസുകളുണ്ട്? എത്രയധികം ഇപ്പോൾ പൂങ്കുഴലിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഒരിടത്ത് നിൽക്കുന്നില്ലേ? അതെന്തായി? ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക ഇന്നും നമുക്കിടയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി SIT പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം. അപ്പോൾ അങ്ങനെ എത്രയെത്ര കേസുകൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ. എല്ലാം പോട്ടെ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ AI ക്യാമറയുമായി ബന്ധപ്പെട്ടും ഫോണുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ടെന്ന്. വിജിലൻസിനെ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാത്തത് മിസ്റ്റർ രമേശ് ചെന്നിത്തലാജി? അത് നടക്കില്ലല്ലോ. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് മുതിർന്നത്? അല്ലെങ്കിൽ ഇത് തന്നെ അന്വേഷിക്കണമെന്ന് കൃത്യമായി വാശി പിടിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ എയറിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിൽ കഴിഞ്ഞ നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം മദ്യപിച്ചെന്നും മദ്യപിച്ചില്ല എന്നും പറയുന്ന രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടു.
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഇനിയും ഒരുപക്ഷെ ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളായിരുന്നു. അവനിന്ന് പൂട്ടിക്കെട്ടി വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോ ഇട്ട് അവിടെ എന്താ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വീഡിയോ ഇടുന്ന ഒരാളായി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. വിരോധാഭാസം തന്നെ. അപ്പോൾ ഇനിയും ഈ പറയുന്ന ഞാൻ എന്താ പറയുക, പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് നിനക്കുള്ള വടയം ചെയ്യുന്നു അങ്ങനത്തെ പറയുന്നു, സർവീസ് പാരിതോഷികം ഞാൻ അങ്ങ് തരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒരാളോട്. ചിലരെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കയറ്റാം, ചിലർക്കൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിയമനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല പോലീസ് ഉദ്യോഗസ്ഥരെയും വശത്താക്കി വെച്ചിരുന്ന ഒരു മഹാൻ കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൂടി പറയേണ്ടി വരും. അവരൊക്കെ ഇന്ന് അകത്താണ്. അപ്പോൾ അത്തരം കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കേരളത്തിൽ ഇതൊക്കെയാണ് വലിയ പ്രശ്നം എന്നുള്ള ഒരു നിലയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ മതേതരന്മാരാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഷൈല ടീച്ചർക്കെതിരായി വ്യാജ ഈ പറയുന്ന കാർഡുകൾ ഇറക്കുകയും വ്യാജ വീഡിയോ ചെയ്യുകയും ഈ പറയുന്ന AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തവന്മാരൊക്കെ പിടിയിലായും അറസ്റ്റിലാവും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടെന്ന് കൂടി UDF കാർ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.